ഉത്തർപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിൽപ്പന നടത്തിയ സംഘം പിടിയിൽ. ലക്നൌവിൽ നിന്ന് പിടിയിലായത് സ്ത്രീകളടക്കം 3 പേർ. വിവാഹം കഴിപ്പിക്കാനെന്ന വ്യാജേന പെൺകുട്ടികളെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ആവശ്യക്കാരിൽ നിന്ന് വലിയ തുകകൾ വാങ്ങി വിൽക്കുകയായിരുന്നു സംഘത്തിന്റെ രീതി. സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെയാണ് പ്രതികൾ ചൂഷണം ചെയ്തിരുന്നത്. അനുരാഗ് യാദവ്, അക്തർ, പ്രിയ പാട്ടീൽ എന്നിവരാണ് ലക്നൌ പോലീസിന്റെയും മനുഷ്യക്കടത്ത് വിരുദ്ധ സ്ക്വാഡിന്റെയും സംയുക്ത നീക്കത്തിലൂടെ പിടിയിലായിരിക്കുന്നത്. പ്രിയ പാട്ടീലാണ് കുറ്റകൃത്യത്തിന്റെ മുഖ്യ ആസൂത്രിക. ഇരുപതോളം പെൺകുട്ടികളെ സംഘം വിറ്റെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. രാജസ്ഥാനിലേക്കാണ് ഇവർ പെൺകുട്ടികളെ വിറ്റിരുന്നത്. ആവശ്യക്കാരുമായി ബന്ധപ്പെടുകയും ഇടപാടുകളെല്ലാം കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നത് പ്രിയയാണെന്നും പോലീസ് പറയുന്നു. വിവാഹ ബ്രോക്കർമാരായി ചമഞ്ഞ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ സമീപിക്കും. പെൺകുട്ടികൾക്കായി വലിയ സമ്പന്നരായ വരന്മാരെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് വിശ്വസിപ്പിക്കും. പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി ഫോട്ടോയെടുത്ത് ആവശ്യക്കാർക്ക് അയക്കും. ദരിദ്രരായ മാതാപിതാക്കളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ വലിയ തുകകൾ ഇവർ വാഗ്ദാനം ചെയ്യും. വിവാഹ ചെലവുകൾക്കെന്ന വ്യാജേനയോ പെൺകുട്ടിയുടെ സുരക്ഷിതമായ ഭാവിക്കായോ വലിയൊരു തുക മുൻകൂറായി നൽകി മാതാപിതാക്കളെ പ്രലോഭിപ്പിക്കും. പണം വാങ്ങി മാതാപിതാക്കൾ പെൺകുട്ടികളെ ഇവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതോടെ വിവാഹ വാഗ്ദാനങ്ങൾ ഇല്ലാതാകും. കുട്ടികളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോയി ആവശ്യക്കാർക്ക് വിൽക്കും. ഇതായിരുന്നു സംഘത്തിന്റെ രീതി. ആദ്യഘട്ടത്തിൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയാണ് ഇവർ ഇതുപോലെ വിറ്റത്. അപകടമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഇവരിതൊരു തൊഴിലാക്കി മാറ്റുകയായിരുന്നു. 1.5 ലക്ഷം രൂപ വരെ വാങ്ങിയാണ് പ്രതികൾ പെൺകുട്ടികളെ വിറ്റിരുന്നത്. പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് വിടുകയാണെന്നാണ് ബന്ധുക്കളെ വിശ്വസിപ്പിച്ചിരുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഇനിയും 2 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതികളുടെ പക്കലുണ്ടായിരുന്ന 4 വാഹനങ്ങൾ പോലീസ് പിടികൂടി. പ്രതികൾ വിൽപ്പന നടത്തിയ പെൺകുട്ടികളെയും പ്രദേശത്തു നിന്നും കാണാതായ പെൺകുട്ടികളുടെയും വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.